ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മിത്തിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ്, ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും സിംഗിൾ പ്രീമിയത്തിൽ ഒറ്റത്തവണ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും ഏറ്റവും കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. പ്രൊഡക്റ്റിൻ്റെ പേര് ജീവൻ ശാന്തി. അതായത് ഒറ്റ പ്രാവശ്യം നമ്മൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നമ്മൾക്ക് പെൻഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതായത് 1 വർഷം മുതൽ 5 വർഷം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്രയും നമ്മൾക്ക് ഏത് ഏജിലാണോ പെൻഷൻ ആവശ്യം അതിൻ്റെ അനുസരിച്ച് മിനിമം 1 ഇയർ മുതൽ മാക്സിമം 5 ഇയർ വരെയാണ് വെയിറ്റിംഗ് പീരീഡ് ഉള്ളൂ. ഇതിൻ്റെ ഞാൻ ഓൾറെഡി പ്ലാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾക്ക് ഈ പ്ലാനിൻ്റെ കൂടെ ഒരു GST കൂടി അടയ്ക്കണമായിരുന്നു. നാട്ടിലുള്ളവരാണ് ഈ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ GST കൂടിയാണ് അടച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ജൂലൈയിൽ ഒരു കസ്റ്റമർ 1 CR ഇൻവെസ്റ്റ് ചെയ്തത് 1,01,80,000 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് 1,80,000 GST അടയ്ക്കണമായിരുന്നു. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ GST എടുത്തു മാറ്റി. അപ്പോൾ നാട്ടിലുള്ളവർക്കാണെങ്കിലും NRIസിനാണെങ്കിലും, ആദ്യം NRIസിന് അവരുടെ NRE അക്കൗണ്ടിൽ നിന്ന് അടയ്ക്കുന്ന പ്രീമിയത്തിന്, അതുപോലെ NRE സ്റ്റാറ്റസ് പ്രൂവ് ചെയ്താൽ മാത്രമാണ് GST ഇല്ലാതെ അടയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ അവരുടെ NRE അക്കൗണ്ടിൽ നിന്ന് അടച്ചാലും NRO അക്കൗണ്ടിൽ നിന്ന് അടച്ചാലും GST ഇല്ലാതെ തന്നെ നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എല്ലാം ഗ്യാരണ്ടീഡ് ആണ്. നമ്മൾ വൺസ് ഈ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഗ്യാരണ്ടി ചെയ്യുന്ന എമൗണ്ടാണ് ജീവിതകാലം മുഴുവൻ ഇത് ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്നത്. വേണമെങ്കിൽ ഒരാൾക്ക് മാത്രം പെൻഷൻ കിട്ടാവുന്ന രീതിയിലും അതിനുശേഷം ആൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 105%, അതായത് 1 കോടി ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ കുറേ നാൾ ആൾ പെൻഷൻ വാങ്ങിച്ചു, അതിനുശേഷം ആളുടെ നോമിനിക്ക് കിട്ടുന്നത് 1,05,00,000 ആയിരിക്കും. അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ജോയിൻറ്റ് ലൈഫായിട്ട്, അതായത് ഹസ്ബൻഡും വൈഫും, ഒരാൾക്ക് ആദ്യം പെൻഷൻ, ആളുടെ കാലശേഷം അടുത്ത ആൾക്കും പെൻഷൻ, 2 പേരുടെയും കാലശേഷം അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ഇപ്പോൾ 1 CR ആണെങ്കിൽ 1,05,00,000 അവരുടെ നോമിനിക്ക്. അത് ഒരാളെയാണ് നോമിനി വെക്കുന്നതെങ്കിൽ ഒരാൾക്ക് കൊടുക്കാം. അല്ല, ഇപ്പോൾ 2 കുട്ടികളുണ്ടെങ്കിൽ 2 പേരെയും ഈക്വൽ നോമിനി ആയിട്ട്, അല്ലെങ്കിൽ 3 കുട്ടികളുണ്ടെങ്കിൽ 3 പേർക്ക്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് വെച്ചാൽ കൊടുക്കണ്ടേ എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇത്രയും എമൗണ്ട് വരാനായിട്ട് കാരണം, ഇപ്പം ഞങ്ങളുടെ ചാലക്കുടി ബ്രാഞ്ചിൽ ഇന്നലെയും കംപ്ലീറ്റ് ആയ ഒരു 1.5 കോടി ജീവൻ ശാന്തി. അപ്പോൾ ഇത്രയും വരാനായിട്ട് കാരണം നമ്മൾക്ക് പലർക്കും പെൻഷൻ ഇല്ല. ഇപ്പോൾ നമ്മളുടെ ഏണിംഗ് ടൈമിൽ നമ്മൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. ആ പൈസ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ എന്ത് ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഇന്ന് നല്ല രീതിയിലാണ് പോകുന്നത് എങ്കിലും എന്നും അങ്ങനെ ആവണം എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ടാണ് ഈ ഗ്യാരണ്ടീഡ് പ്രൊഡക്ട്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. പിന്നെ LIC പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അതായത് 70 വർഷത്തോളമായി നമ്മളുടെ ഇൻ്റർനാഷണൽ ലെവലിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും, അതായത് അത്രയും ബ്രാൻഡ് വാല്യൂ ഉള്ള കമ്പനിയിൽ, അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സോവറിൻ ഗ്യാരണ്ടി, അതായത് LIC ഡിക്ലെയർ ചെയ്യുന്ന ബോണസിനാണെങ്കിലും സമ്മർഷേഡിനാണെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും കൂടി ഒരു ഗ്യാരണ്ടി ഉണ്ട്. അങ്ങനെ ലഭിക്കുന്ന ഒരു ഏക ഇൻഷുറൻസ് സ്ഥാപനമാണ് LIC. അപ്പോൾ ഇത്രയും ഗ്യാരണ്ടി കിട്ടുന്ന, ഇത്രയും കെട്ടുറപ്പുള്ള ഒരു സ്ഥാപനമായതുകൊണ്ടാണ് ഇതിലേക്ക് ഇത്രയും എമൗണ്ടുകൾ ഇങ്ങനെ വരാനായിട്ട് കാരണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. 30 വയസ്സ് മുതൽ 79 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ലൈഫ് ആണെങ്കിലും അവരുടെ ഏജും ഈ ഏജ് ഗ്രൂപ്പിന് ഇടയിലായിരിക്കണം. അതുപോലെ നമ്മൾക്ക് പെൻഷൻ വാങ്ങിക്കുന്നത് മന്ത്ലി മോഡോ, ക്വാർട്ടർലി മോഡോ, ഹാഫ് ഇയർലി മോഡോ, ഇയർലി മോഡോ ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട മിനിമം എമൗണ്ട് എന്ന് പറയുന്നത്, അവിടെ കണ്ടീഷൻ വരുന്നത് മാസം നമ്മൾക്ക് 1000 രൂപയെങ്കിലും പെൻഷൻ കിട്ടാവുന്ന രീതിയിലൊരു എമൗണ്ടാണ് നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ ഏജ് അനുസരിച്ചും നമ്മളെടുക്കുന്ന വെയിറ്റിംഗ് പീരീഡ് അനുസരിച്ചും നമ്മളുടെ പെൻഷൻ എമൗണ്ടിന് വ്യത്യാസം വരും. അപ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷം 2 ലക്ഷം ആ റേഞ്ചിലാണ് മിനിമം എമൗണ്ട് വരുന്നത്. അത് ഡിപ്പെൻസ്, ഞാൻ പറഞ്ഞില്ല, ഏജ് അനുസരിച്ചും നമ്മളെടുക്കുന്ന ടൈം അനുസരിച്ചും അതിൽ വ്യത്യാസം വരും. കറക്റ്റ് കണ്ടീഷൻ ഇതാണ്, മന്ത്ലി 1000 രൂപയെങ്കിലും പെൻഷൻ കിട്ടിയിരിക്കണം.
ഈ പ്ലാനിൽ നമ്മൾ വൺസ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾക്ക് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നോ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് സറണ്ടർ ചെയ്യണമെങ്കിൽ സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നോ സറണ്ടർ ചെയ്യണ്ട, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു നമുക്കത് റീഫണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇതിൽ നിന്ന് ലോണും എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഒരു സിംഗിൾ ലൈഫ്, അതായത് ഒരാളുടെ പേരിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ലൈഫ് ലോങ് പെൻഷൻ, അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 105% നോമിനിക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു 1 CR 55 വയസ്സുള്ള ഒരാൾ ഒരു 1 CR ഇൻവെസ്റ്റ് ചെയ്തു. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് പെൻഷൻ മതി, അതായത് 60 വയസ്സ് മുതൽ പെൻഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന മന്ത്ലി പെൻഷൻ 71,960. ക്വാർട്ടർലി ആണ് എടുക്കുന്നതെങ്കിൽ 2,18,129. ഇനി ഹാഫ് ഇയർലി ആണ് പെൻഷൻ വാങ്ങിക്കുന്നതെങ്കിൽ 4,40,755. ഇനി ഇയർലി ആണ് പെൻഷൻ വാങ്ങിക്കുന്നതെങ്കിൽ 8,99,500. അപ്പോൾ ഏകദേശം 9% ഇയർലി നമുക്ക് പെൻഷൻ കിട്ടുവാണെങ്കിൽ വരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് 5 വർഷം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട്, അതായത് ഇന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, അടുത്ത 5 വർഷത്തേക്ക് എനിക്ക് എമൗണ്ട് വേണ്ട, 6ാമത്തെ വർഷം, ഇപ്പോൾ മന്ത്ലി ആണെങ്കിൽ 5 വർഷം കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് മന്ത് മുതൽ, ഇയർലി ആണെങ്കിൽ 5 വർഷം കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് ഇയർ മുതൽ, അങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഈ 5 വർഷത്തേക്ക് നമ്മൾക്ക് പെൻഷൻ വാങ്ങിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡെത്ത് സംഭവിച്ചാലും ഇപ്പം നമ്മൾക്ക് ഇതിൽ പറയുന്ന ഈ മന്ത്ലി റിട്ടേൺ ഉണ്ടല്ലോ, അപ്പോൾ മന്ത്ലി ഞാൻ പറഞ്ഞു 71,960 നമുക്ക് മന്ത്ലി എടുക്കുവാണെങ്കിൽ കിട്ടുന്ന എമൗണ്ട്. ഈ എമൗണ്ട് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ടിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ബൈ ചാൻസ് ഞാനൊരു 1 CR ഇൻവെസ്റ്റ് ചെയ്തു, ഞാനൊരു 3 വർഷം ഞാൻ പെൻഷനൊന്നും വാങ്ങിച്ചിട്ടില്ല, പെൻഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് ഞാൻ മരിച്ചു പോയാൽ, ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ ഈ 3 വർഷവും എൻ്റെ 1 CRൻ്റെ കൂടെ ഈ മന്ത്ലി 71,960 രൂപ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര മാസം കഴിഞ്ഞിട്ടാണോ എനിക്കൊരു ഡെത്ത് സംഭവിക്കുന്നത്, അപ്പോൾ 1 CR പ്ലസ് അത്രയും മാസത്തെ ഈ പെൻഷനും കൂടിയായിരിക്കും എൻ്റെ നോമിനിക്ക് കിട്ടുന്നത്. ഇനി 5 വർഷം കഴിഞ്ഞു, എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ പെൻഷൻ വാങ്ങിക്കുന്നതിൻ്റെ അനുസരിച്ച് എൻ്റെ ഇൻഷുറൻസ് കവറേജ്, അതായത് ഇപ്പോൾ 5 വർഷം കഴിയുമ്പോഴേക്കും എൻ്റെ 5 വർഷത്തിനുള്ളിൽ ഒരു പെൻഷൻ വാങ്ങിക്കുന്നതിന് മുമ്പ് എനിക്ക് ഡെത്ത് സംഭവിച്ച ഒരു 59ാമത്തെ വയസ്സിൽ എനിക്കൊരു ഡെത്ത് സംഭവിച്ച എൻ്റെ നോമിനിക്ക് കൊടുക്കുന്ന എമൗണ്ട് 1,40,41,600 രൂപയായിരിക്കും എൻ്റെ നോമിനിക്ക് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അനുസരിച്ച് ആ കവറേജ് എമൗണ്ട് കുറഞ്ഞു വരും. ഒരു 63 വയസ്സാകുമ്പോഴേക്കും, 63 വയസ്സ് വരെ കുറഞ്ഞ് 63 വയസ്സ് മുതൽ പിന്നെ എന്ന് എനിക്ക് ഡെത്ത് സംഭവിച്ചാലും എൻ്റെ നോമിനിക്ക് കൊടുക്കുന്ന എമൗണ്ട് 1,05,00,000 ആയിരിക്കും. ഇനി സറണ്ടർ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ 1 CR ഇൻവെസ്റ്റ് ചെയ്തു, ആദ്യത്തെ ഒരു 2 വർഷത്തിനുള്ളിൽ നമ്മൾ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു എമൗണ്ടിനേലും കുറച്ച് കുറവായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേലും കൂടുതലായിരിക്കും. ഒരു 65 വയസ്സൊക്കെ ആകുമ്പോഴേക്കും 1 CR നമ്മൾ ഇട്ടതിന് 1 CR 17 lakhs അങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾക്ക് ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് റിട്ടേൺ കിട്ടാവുന്ന ഒരു സ്കീമാണ്. ഇതിലൊക്കെ അതായത് ജീവൻ ശാന്തി എന്ന് പറഞ്ഞാൽ മനഃശാന്തി ഗ്യാരണ്ടി, അതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന പെൻഷനാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ സെയിം എമൗണ്ട് തന്നെ 55 വയസ്സുള്ള ആൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു, 1 വർഷം കഴിഞ്ഞിട്ടാണ് പെൻഷൻ വാങ്ങിക്കുന്നതെങ്കിൽ കിട്ടുന്ന പെൻഷൻ എമൗണ്ട് മന്ത്ലി 54,840, ക്വാർട്ടർലി 1,66,234, ഹാഫ് ഇയർലി 3,35,895, ഇയർലി ആണെങ്കിൽ 6,85,500. അപ്പോൾ ഏകദേശം 6.86% ഇയർലി പെൻഷൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് മോഡ് വേണമെങ്കിലും, ഇനി 2 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ കിട്ടുന്ന ഇയർലി പെൻഷൻ 7,41,500.
ഇനി 3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 8,15,500. 4 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 8,35,500. 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു 8,99,500. അപ്പം നമ്മൾക്ക് ഏത് വയസ്സിലാണോ പെൻഷൻ വാങ്ങിക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഒപ്റ്റ് ചെയ്യാം. വൺസ് നമ്മൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പെൻഷൻ ഒപ്റ്റ് ചെയ്തതിന് ശേഷം പോളിസി കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നീട് നമുക്ക് ആ ഓപ്ഷൻ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു 5 വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു പെൻഷൻ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുവാണ് എനിക്കൊരു 3 വർഷം കഴിഞ്ഞിട്ട് മതി, അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് പെൻഷൻ വേണമെന്ന് നമ്മൾ കൊടുത്തു, അതിനുശേഷം കിട്ടിത്തുടങ്ങുമ്പോൾ എനിക്കിപ്പോൾ വേണ്ട, അങ്ങനെ പറ്റില്ല. അത് ഗ്യാരണ്ടി ആയിട്ടും നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഫണ്ടുള്ളപ്പോൾ നമ്മൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത് നമ്മളുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളുടെ കാലശേഷം നമ്മൾ ആരെയാണോ നോമിനി വയ്ക്കുന്നത് അവർക്ക് ഈ എമൗണ്ട് ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ്, ഗ്യാരണ്ടീഡ് ആണ്. നമ്മൾ പലരും ഇപ്പോൾ കാണാം ഓരോ ദിവസവും ഓരോ കമ്പനികൾ, ഓരോ സൊസൈറ്റികൾ, കുറിക്കമ്പനികൾ, തൃശ്ശൂരാണെന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇതുപോലെ കുറിക്കമ്പനികളും സൊസൈറ്റികൾ തൃശ്ശൂർ മാത്രമല്ല ഒത്തിരി സ്ഥലത്ത് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഒരു 0.5% അല്ലെങ്കിൽ 1% ഒക്കെ കൂടുതൽ കിട്ടുമെന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് നാളെ ഇൻട്രസ്റ്റും ഇല്ല ക്യാപിറ്റലും ഇല്ല എന്നുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്താതെ അത്രയും ഗ്യാരണ്ടി ആയിട്ട്, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരുപാട് പറയുന്ന ഗ്യാരണ്ടി അല്ല, അങ്ങനെ ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എനിക്ക് എത്ര നാൾ കിട്ടും, അത് കഴിഞ്ഞാൽ ഞാൻ ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടുമോ. കാരണം അതുകൂടി നോക്കിയിട്ട് കൂടുതൽ കിട്ടാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മളുടെ LICയിൽ പറഞ്ഞിരുന്ന റിട്ടേൺ അത് ഗ്യാരണ്ടീഡ് ആണ്, ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾ ആരെയാണോ നോമിനി വയ്ക്കുന്നത് അവർക്കും കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ പോളിസീനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് അനുസരിച്ചും ആവശ്യമനുസരിച്ചും കൊട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചും ഒക്കെ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.